തെരഞ്ഞെടുപ്പ് ആണ് കോഴിക്കോട് നടക്കുന്നത്, വിശിഷ്യ മലബാറിൽ നടക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. UDFനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നേതാവ് വിനോദ് മേക്കോത്തിനെ സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ച NP രാധാകൃഷ്ണനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ രാധാകൃഷ്ണനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കോഴിക്കോടെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം വിനോദിൽ നിന്ന് ആരംഭിക്കുകയാണ്. വിനോദ്, എന്താണ് പ്രതീക്ഷ? വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മത്സരം ആണ് കോഴിക്കോട് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDFൻ്റെ പ്രതീക്ഷ എന്താണ്? കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇക്കൊല്ലമെങ്കിലും, ഈ തവണയെങ്കിലും നിങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുമോ? ഇത്തവണ അധികാരം പിടിച്ചെടുക്കും എന്ന് മാത്രമല്ല, 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരും എന്നാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായ അടിസ്ഥാനങ്ങൾ അതിനുവേണ്ടി അദ്ദേഹം പൊതുജനസമക്ഷം അവതരിപ്പിക്കുകയുമുണ്ടായി. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് വളരെ വർഷങ്ങളായി UDFന് സീറ്റ് നിലയിൽ താരതമ്യേന നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തൊരു ജില്ലയാണ്. പക്ഷേ ഇത്തവണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പറഞ്ഞതുപോലെ 13 ഔട്ട് ഓഫ് 13 എന്നുള്ള നിലയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതിനനുസൃതമായിട്ടുള്ള സ്പന്ദനങ്ങൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് നമ്മൾ സമീപ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുമാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും 10 വർഷക്കാലത്തെ ദുർഭരണത്തെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതിനുവേണ്ടി ആബാലവൃദ്ധം ജനങ്ങളും വോട്ടർമാർ മാത്രമല്ല, അങ്ങനെയൊരു ജനവിധിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ചിത്രമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. സമസ്ത മേഖലയെയും തകർത്ത ഒരു ഭരണകൂടം. എല്ലാ രംഗത്തും അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രം പുലർന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ ഭരണകൂടത്തിനെതിരായിട്ടുണ്ട്. കേരളത്തിലെ ആകമാനമുള്ള മാധ്യമങ്ങളിൽ നടക്കുന്ന സർവേകളിലും അഭിപ്രായ രൂപീകരണത്തിലുമൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം നിലനിൽക്കുന്നതായി രാഷ്ട്രീയ വിശാരദന്മാർ എല്ലാവരും വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് കേവലം സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള വികാരമാണ്. അതിൻ്റെ പ്രതിഫലനം മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. നാട് മുഴുവൻ വലിയ ഹോർഡിങ്ങുകൾ വെച്ചതുകൊണ്ട് അതിനെ മറച്ചു പിടിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള വികാരം ഇടത് ഗവൺമെൻറ്റിനെതിരായി വർദ്ധിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതൊരിക്കലും താഴോട്ട് പോയിട്ടില്ല എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിൽ 13 ഔട്ട് ഓഫ് 13ഉം കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 100-ന് മുകളിൽ സീറ്റുമായി UDF ഒരു കൊടുങ്കാറ്റ് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്കും തിരിച്ചുവരും എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് ശ്രീ ഗിരീഷ്. ശ്രീ വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടോ? മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു ജനവിധിയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്നും പറഞ്ഞു. പൊതുവിൽ എന്താണ് കോഴിക്കോട് അവസ്ഥ? എന്താണ് കോഴിക്കോട്? കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ്. അത് ഇത്തവണയും ആവർത്തിക്കും. രണ്ടാമത്തെ കാര്യം, 13 സീറ്റ്